ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്ന് മുഹറം 1 ഹിജ്റ വർഷം 1447 നമ്മൾ ഇന്ന് കടന്നിരിക്കുകയാണ്. നമ്മുടെ പുതുവർഷമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുസ്സും നമ്മുടെ ശറഈയായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഹിജ്റ കലണ്ടർ അനുസരിച്ചാണ്. അതനുസരിച്ച് നമുക്ക് ഒരു വയസ്സുകൂടി ഇന്ന് കൂടിയിരിക്കുകയാണ്. പുതുവർഷ ആശംസകൾ നേരുന്നത് നല്ലതാണ്. കുല്ല ആമിൻ വഅൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അള്ളാഹു നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ നന്മകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന ഒരു വർഷം അള്ളാഹു ആയുസ് നൽകുകയും ആയുസ്സിൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹിജ്റ വർഷത്തിലെ തുടക്കം മുഹറം മാസമാണ്. മുഹറം എന്നുള്ളത് പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിൻ്റെ മാസം എന്നാണ് മുഹറത്തെ കുറിച്ച് പറയുക. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ ചെയ്യുന്ന പുണ്യങ്ങൾക്ക് പ്രതിഫലമേറെയാണ്, തെറ്റുകൾക്ക് ശിക്ഷയും ഏറെയാണ്. മാസത്തെ ആ നിലയ്ക്ക് നമ്മൾ ഗൗനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. മുഹറത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അതിപ്രധാനമായ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് നല്ലതാണ്. പ്രത്യേകമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നേർച്ചയാക്കി നോമ്പനുഷ്ഠിക്കാം, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി. മുഹറവുമായി ബന്ധപ്പെട്ട് ചില അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിലുണ്ട്. മുഹറം 10 കഴിയാതെ കാര്യങ്ങളൊന്നും പാടില്ല, കല്യാണം പാടില്ല, വീട് പണിയാൻ പാടില്ല. അതൊക്കെ സമുദായത്തിൽ കടന്നുകൂടി ചില അന്ധവിശ്വാസങ്ങളാണ്. മുഹറത്തിൻ്റെ ദിനങ്ങൾ പവിത്രമാണ്. ഒരു കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ്. പഴയകാലം മുതൽ നോമ്പനുഷ്ഠിക്കുന്ന പതിവുണ്ടായിരുന്നു. നോമ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ മാറ്റിവെക്കും. അതുകൊണ്ട് സമുദായത്തിൽ കടന്നുകൂടിയൊരു അന്ധവിശ്വാസമാണ് മുഹറത്തിൻ്റെ ആദ്യ ദിനരാത്രങ്ങൾ 10 ദിവസങ്ങൾ ശകുനമാണ് എന്നുള്ളത്. അതുപോലെ മുഹറത്തിൻ്റെ പിറവി കാണാൻ പാടില്ല, മാസപ്പിറ കാണാൻ പാടില്ല എന്നൊക്കെ ചില സകല വിശ്വാസമുണ്ട്. അതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. ഒരു മാസപ്പിറവി കാണുന്നതുമായി ബന്ധപ്പെട്ട് അത് പാടില്ല എന്നോ അല്ലെങ്കിൽ അത് നല്ലതാണെന്നോ ഒന്നുമില്ല. അത് കാണാം. മാസപ്പിറവി കണ്ടാൽ പറയേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഹിലാല റുശ്ദി വഖൈർ. ഇതാണ് മുഹറത്തിൻ്റെ മാസപ്പിറവി കണ്ടാലും പറയേണ്ടത്. അല്ലാഹുവേ, ഈ ഉദിച്ചു വരുന്ന ഈ മാസം, ഈ പിറവിയെടുക്കുന്ന മാസം ഞങ്ങൾക്ക് നന്മയുള്ള മാസമാക്കണമേ, അനുഗ്രഹമുള്ള മാസമാക്കണമേ, രക്ഷയുടെ മാസമാക്കണമേ എന്നർത്ഥം വരുന്നൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പറയാൻ പറ്റിയൊരു പ്രാർത്ഥന എടുക്കരുത്. ഹിന്ദി കെലിമത്തുൻ, എനിക്കൊരു കെലിമത്ത് അറിയാം. അത് പ്രയാസം അനുഭവിക്കുന്ന ആര് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ പ്രയാസം മാറ്റി കൊടുക്കാതിരിക്കില്ല. അങ്ങനെ ഒരു കെലിമത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൂടുതലായി പറയേണ്ട സമയമാണ് മുഹറത്തിൻ്റെ 10 ദിവസം. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് മുഹറം 10-നാണ്. യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതാണ് ആ രക്ഷയുടെ വചനം എന്ന് പറയുന്നത്. ഇത് കൂടുതലായി പറഞ്ഞുകൊണ്ടിരുന്നാൽ മയ്യക്കൂലുഹ, ഇതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും അല്ലാഹു തആല മാറ്റിത്തരും. അത് കൂടുതലായി പറയാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ മുഹറത്തിൻ്റെ 10 ദിവസങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ആ നിലയ്ക്ക് മുഹറം മാസത്തെ കാണുകയും നമ്മുടെ നന്മകൾ അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയും കഴിയുന്ന എല്ലാവിധ നന്മകൾക്കും വേണ്ടി ഈ മാസത്തെ പ്രത്യേകിച്ച് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ മാസത്തിൽ നമുക്ക് ഖൈറ് ബറക്കത്തുകൾ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സിൽ അള്ളാഹു വർദ്ധനവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.